നമസ്കാരം. 2025 മെയ് മാസം 28-ാം തീയതി ബുധനാഴ്ച ദിവസം ചില നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ കുറേയേറെ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്ന ദിവസമാണ്. ഏതൊക്കെ നാളുകാർക്കാണ് ഇപ്രകാരമുള്ള നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ആഗ്രഹിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2025 മെയ് മാസം 28-ാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് ഇടവമാസം 14-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ജ്യേഷ്ഠമാസം 7-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ്. ദ്വിതീയ തിഥി വ്യാഴാഴ്ച 1:57 AM എന്ന് പറയുന്ന സമയം വരെയും ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് 1:57 AM എന്ന് പറയുന്ന സമയം വരെയും ദ്വിതീയ തിഥി ഉണ്ടായിരിക്കും. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 2:53 അറിഞ്ഞുകൊള്ളുക. അതായത് ബുധനാഴ്ച 2:53 AM എന്ന് പറയുന്ന സമയത്താണ് മകീരം നക്ഷത്രം ആരംഭിക്കുന്നത്. മകീരം നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച അർദ്ധരാത്രി, അത് അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ 12:31 ഈ മകീര നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകീര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ബുധനാഴ്ച 2:53 AM എന്ന് പറയുന്ന സമയം മുതൽ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:53 PM എന്ന് പറയുന്ന സമയം വരെ ഉള്ള കുട്ടികൾ ഇടവക്കൂറിൽപ്പെട്ട മകീരം 2 പാദം നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും മകീര നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം. അവിട്ടം, ചതയം, രേവതി, ഭരണി, അത്തം, ചിത്തിര, രോഹിണി. അപ്പോൾ ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ, നല്ല അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. തലേ ദിവസം വരെ അവർ ഏതെങ്കിലും പ്രതിസന്ധിയിലകപ്പെട്ട് കരഞ്ഞ് കണ്ണുനീരോടുകൂടിയ ഒരു മുഖമായിട്ടുമാണ് അവർ ജീവിക്കുന്നതെങ്കിൽ പോലും ചിരിച്ച് സന്തോഷിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമായിട്ട് ഈ ബുധനാഴ്ച ദിവസം മകീര നക്ഷത്രം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അപ്പോൾ മകീര നക്ഷത്രവും ബുധനാഴ്ച ദിവസവും അവർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ ബുധനാഴ്ച ദിവസം മകീര നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചോതി, കാർത്തിക, അശ്വതി, ഉത്രട്ടാതി എന്നീ നാളുകാർക്കാണ്. അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:53 കഴിയുമ്പോൾ വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആ നാളുകാരും സൂക്ഷിക്കുക. അപ്പോൾ ഈ നാളുകാരൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധിവരെ കരകയറാൻ പറ്റും. അതാണ് ജ്യോതിഷം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്ന കാര്യം. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ചിന്തിക്കാൻ പോകുന്ന വിഷയം, ശുഭകാര്യം ചെയ്യുവാൻ വേണ്ടി ശുഭസമയം കണ്ടുപിടിക്കണം. ബുധനാഴ്ച ദിവസത്തെ ശുഭസമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6:07 മുതൽ 10:37 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 4:37 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനി നമ്മൾ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി എന്ന് പറഞ്ഞാൽ 28 അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 28നെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 + 8 = 10, 1 + 0 = 1. അപ്പോൾ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. മധ്യമമായ അനുഭവങ്ങൾ, ഈ മധ്യമമായ അനുഭവങ്ങൾ ഉത്തമമായ അനുഭവമാക്കി മാറ്റുവാൻ ഇളം മഞ്ഞ, ഇളം ചുവപ്പ്, ഇളം നീല നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. അപ്പോൾ അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ
വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്തമമായ, മധ്യമമൊക്കെ മാറി ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കുറേ നാളുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. മകയിര നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് രോഹിണി, ചിത്തിര, പൂയം, പൂരം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. ബാങ്ക് വായ്പയൊക്കെ എടുത്താൽ വിജയിക്കുന്ന ദിവസമാണ്. തിരിച്ചു കൊടുക്കാൻ പറ്റും. വ്യക്തികളോട് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. പലരും ലോണൊക്കെ എടുത്ത് അടയ്ക്കാൻ പറ്റാതെ ജപ്തി നടപടി നേരിടുന്നു. ആ ലോണൊക്കെ എടുത്തു കഴിഞ്ഞ് അവർ രോഗികളായി മാറുന്നു. പല പല പ്രശ്നങ്ങളാൽ ആ ലോൺ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഏതോ കഷ്ടകാല സമയത്താണ് അവരൊക്കെ പോയി ഒപ്പുവെച്ച് ആ ബാങ്കിൽ നിന്ന് പൈസ മേടിക്കുന്നത്. ഇതുപോലെ അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ നാളുകാരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും. അത് സത്യസന്ധമായ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസം നോക്കി ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മേടിച്ചാൽ കൊടുക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. മേടിച്ചാൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ചിലരുടെ കയ്യിലേക്ക് പണം കിട്ടിയാൽ പോലും കൊടുക്കാൻ മനസ്സ് വരത്തില്ല. അവർക്ക് പിന്നെ കൊടുക്കാം, നാളെ കൊടുക്കാം, പിന്നെ അതൊക്കെ വലിയ ശത്രുതയിൽ എത്തിച്ചേരും. ആ കൈക്കയോടെ അത് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം ക്ലീനായി, ആ ബാധ്യത അങ്ങ് ഒഴിഞ്ഞു കിട്ടി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ചിലരുടെ മനസ്സിലേക്ക് ദുഷ്ടചിന്താദികൾ അപ്പോൾ കയറി വരും, കൊടുക്കത്തില്ല, പിന്നെ അത് വലിയ പ്രശ്നത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് കാളഹസ്തിയിലേക്ക് പോവുകയാണ്. കാളഹസ്തി ക്ഷേത്രത്തിൽ പോവുകയാണ്. 28-ാം തീയതി കാളഹസ്തി ക്ഷേത്രത്തിൽ ചെല്ലും. 28, 29, 30-ാം തീയതി തിരിച്ചു വരും. അപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ എന്നോട് ക്ഷമിക്കുക. യാത്രാമധ്യയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി അവിടെ പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.